നമസ്കാരം. കേരള പോലീസിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് ആർ ശ്രീലേഖ. കേരള പോലീസിലെ ആദ്യത്തെ വനിതാ DGPയും ശ്രീലേഖയാണ്. ശ്രീലേഖ BJP വനിതാ നേതാവായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ച് ജയിച്ചു. മേയറാകുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും അവസാനം ഒഴിവായി. പിന്നീട് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീലേഖ മറുനാടിൻ്റെ പട്ടത്തെ സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു വിശദമായൊരു അഭിമുഖത്തിന് വേണ്ടി. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ആ അഭിമുഖം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മറുനാടിൻ്റെ അഭിമുഖത്തിലെ ഭാഗങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. IPSകാരായ വനിതകൾക്ക് പോലും പോലീസിൽ സുരക്ഷയില്ല എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തൽ തൻ്റെ ജീവിതാനുഭവം കൊണ്ട് ശ്രീലേഖ വ്യക്തമാക്കുകയാണ്. മേലുദ്യോഗസ്ഥന്മാർ മാത്രമല്ല, കീഴുദ്യോഗസ്ഥർ പോലും ശ്രീലേഖയോടെ അപമര്യാദയായി പെരുമാറിയതിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവമാണ് മറുനാട് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇപ്പോഴും സജീവമായ രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവ് ശ്രീലേഖയോടെ ഏറ്റവും മോശമായി പെരുമാറി എന്നും ശ്രീലേഖ പറഞ്ഞു, പേര് വെളിപ്പെടുത്താതെ. ആരുടെയും പേര് ശ്രീലേഖ വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ IPSകാരി എന്ന തൻ്റെ കരിയറിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടി വന്നു. പലരും കൃത്യമായി സ്കെച്ച് ചെയ്ത് ഉപദ്രവിച്ചു എന്ന തരത്തിൽ ശ്രീലേഖ സംസാരിച്ചപ്പോൾ അഭിമുഖമെടുത്ത ഞാൻ ടോമിൻ തച്ചങ്കരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആണ് എന്ന് പറഞ്ഞ് അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ആ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആ സമയം അത്രയും ഞാൻ ഒരുപാട് ഹരാസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. പല വിധത്തിൽ പല ആളുകളുടെ സ്ഥലത്ത് നിന്നും പല പബ്ലിക്കായിട്ടും മീഡിയയിലൂടെയും ഒക്കെ ഒരുപാട് ദിവസവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന എൻ്റെ ആരോഗ്യം ഭയങ്കരമായിട്ട് മോശമായി. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എനിക്ക് മാനസിക ബുദ്ധിമുട്ട് കാരണം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓരോരോ ശാരീരിക പ്രയാസങ്ങളും വരുന്നത് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഈ തച്ചങ്കരിയായിട്ടുള്ളായിരുന്നു ഏറ്റവും വലിയ വിഷയം അല്ലേ? ആണ്. എൻ്റെ ബാച്ച്മേറ്റ് ആണ് ആള്. ആണോ? എൻ്റെ ബാച്ച്മേറ്റ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ മസൂറിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. മസൂറി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയത്താണ് തച്ചങ്കരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കാണുന്ന ആ നിമിഷം തൊട്ട് സംഹൗ ഹി ഡിഡ്ന്റ് ലൈക്ക് മീ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ വനിതാ IPSകാരി ആണ്. മലയാളികളായിട്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IPSൽ ആ സമയം. താല്പര്യമില്ല. എനിക്കറിയില്ല എന്താ. അപ്പം ആദ്യത്തെ പ്രാവശ്യം കാണുന്ന സമയം തൊട്ട് ഹി വാസ് ടാർഗറ്റിംഗ് മീ ഇൻ സം വേ ഓർ ദി അതർ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയാലോ സമൂഹത്തിൽ. കാരണം വേണ്ടേ? എനിക്കറിയില്ല കാരണം എന്താണ്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കാരണം എന്താണ്, ഇപ്പോഴും അറിയില്ല. പിന്നെ ഈ സർവീസിൽ ഉടനീളം അദ്ദേഹത്തിന് ഉടനീളം കഥകൾ സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ സ്പിരിച്വലായ ശേഷം ഞാൻ ടോട്ടലി ഫോർഗേവ് ഹിം. കാരണം പൊട്ടിത്തെറിച്ചിരുന്നല്ലോ, ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. കാരണം ഞാൻ പ്രതികരിക്കാൻ പോകുമ്പോഴേക്കും അത് ഒരുപാട് വഷളാവാറുണ്ടായിരുന്നു. എന്താ ഏറ്റവും വലിയ ഉപദ്രവം എന്താ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ഒരുപാട് ഉപദ്രവങ്ങൾ. മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, ചില വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ളക്കഥകൾ പരത്തിയത് മുഴുവനും ഇദ്ദേഹം ഇതിൻ്റെ പുറകിലെന്നുള്ളത് എനിക്ക് വിവരം പിന്നീട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ വന്ന് പിന്നീട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പല വട്ടം എൻ്റെ അടുത്ത് വന്ന് കാലി വീണ് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് വലിയ കേസൊക്കെ ആയി കഴിയുമ്പോൾ ഓരോ കാര്യവും ചീറ്റി പോകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ നാണക്കേടായി ഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വന്ന് മാപ്പ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും ഞാനിത് തുടർന്ന് പോയാൽ ശരിയാവില്ല, ശ്രീലേഖ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ASP ആയ സമയത്ത് തൊട്ട് അലക്സാണ്ടർ ജേക്കബ് സാറ്, സോമരാജൻ സാറ്, എല്ലാ DGPമാരും വിളിച്ച് തച്ചങ്കരിയെ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ വഴക്ക് പറയും ഈ കാര്യത്തിൽ ശ്രീലേഖ ഉപദ്രവിക്കില്ല. അപ്പോൾ അവരോട് പറയും, ഇല്ലേ സാർ ഞാനൊന്നും ചെയ്യാറില്ല എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം നേരിട്ട് വരാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. കാരണം എന്താണെന്ന് അദ്ദേഹം ആർക്കും അറിയത്തില്ല. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോടുള്ള ഇത്ര വലിയ, എന്നെക്കാളും ഇളയതാണ്, 2.5 വയസ്സ് ഇളയതാണ്. ഒരേ ബാച്ചാണ്. എന്നെക്കാളും 2.5 വയസ്സ് ഇളയതാണ്. ഞാനൊരു അനിയൻ്റെ സ്ഥാനത്ത് കാണാമല്ലോ, ഒരു മലയാളിയല്ലേ എന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് പോയിട്ടുമുണ്ട് ആളുടെ അടുത്ത് സംസാരിച്ച്. ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. അതിൻ്റെ ബേസിസിലാണോ എന്നും എനിക്കറിയില്ല. പെട്ടെന്നല്ല സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാപ്പ് പറയുമ്പോൾ ഐ ഫോർഗീവ് ഓൾ ദ ടൈം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തുടരും കുറച്ച് സമയം. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കെന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ, എനിക്കൊരു മെഡൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ, ഹൈക്കോടതിയെ എനിക്കൊരു പബ്ലിസിറ്റി കിട്ടുമ്പോൾ, നല്ല കാര്യം ചെയ്തു, ഒരു കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്ന അടുത്ത നിമിഷം തുടങ്ങും അടുത്തത്. ഈ അദ്ദേഹം ഉപദ്രവിച്ചു ഏതെങ്കിലും ഒരു സംഭവം എന്ന് പറയാമോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്? വലിയ പ്രയാസമാണ്. കാരണം അത്ര അധികം ഉണ്ട്. നമ്മളത് പറയാൻ പോയാൽ ഒരു 2 മണിക്കൂർ അതിന് തന്നെ വേണ്ടി വരും. വേറൊരു എപ്പിസോഡ് ഇത് മാത്രമായിട്ട് ചെയ്യാം.
അതിനെനിക്ക് തോന്നുന്നു ടോമിനെയും കൂടെ വിളിച്ചടുത്തിരുത്താം. അത് വേണം ഇരുത്താം. ഭയങ്കര ഡിപ്ലോമറ്റ് ആണ് അദ്ദേഹം, ആളുകളോട് ഭയങ്കര സൗഹൃദം കാണിക്കുക. എല്ലാത്തിലും ഡിപ്ലോമാറ്റ് മാത്രമല്ല, അതിബുദ്ധിമാനാണ്, മിടുക്കനാണ്. ഹീസ് എ ഗ്രേറ്റ് ബിസിനസ് മാൻ. നല്ല അക്യൂമൻ ഉണ്ട്, IT-യിൽ നല്ല മിടുക്കനാണ്, എല്ലാ ഫീൽഡിലും ആള് മിടുക്കനാണ്. പക്ഷേ എൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, ഒരു എന്നുള്ളൊരു സാധനമാണ്. ശേഷം പരിഹരിച്ചു, ഇപ്പൊ കുഴപ്പമില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിനൊക്കെ വന്നു വലിയ സ്നേഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വിളിച്ചു. ഇടയ്ക്ക് വരുമ്പോൾ കാണാറുണ്ട്. ഈ അഭിമുഖം പുറത്തു വരികയും കേരള പോലീസിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയും ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ പോലും പീഡകരായി മാറുന്ന, മേലുദ്യോഗസ്ഥരാൽ IPS വനിതകൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന കേരളം. അങ്ങനെയെങ്കിൽ മറ്റു സ്ത്രീകളുടെ അവസ്ഥ എന്താവും എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. ഇതിനിടയിൽ തച്ചങ്കരിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവാദമായി. തച്ചങ്കരി ശ്രീലേഖയെ വിളിച്ച് തൻ്റെ വേദനയും നിരാശയും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഭിന്നതകളൊന്നുമില്ല, പരസ്പര ധാരണയിലാണ് പോകുന്നത്. എന്നാൽ ഇങ്ങനൊരു അഭിമുഖം വന്നതോടെ തച്ചങ്കരി ക്ഷുഭിതനാകുന്നു. ഇതേ തുടർന്ന് ശ്രീലേഖ തച്ചങ്കരിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുകയല്ല, അതെല്ലാം തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് എന്ന് പറഞ്ഞ് ശ്രീലേഖ ഇന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. നമസ്കാരം. ഇന്നലെ ഞാൻ മറുനാടൻ മലയാളി ചാനലിന് വേണ്ടി ശ്രീ ഷാജൻസ് കറിയയ്ക്ക് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വൈറലായി. പക്ഷെ അതിലെനിക്കൊരു അബദ്ധം പറ്റി. നല്ല രസമായിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഒരു ഒഴുക്കിപ്പെട്ടങ്ങ് പോവുമായിരുന്നു ഞാൻ. ചിന്തിക്കാതെ പല കാര്യങ്ങളും ഒരു മറയും ഇല്ലാതെ അങ്ങ് തുറന്നു പറഞ്ഞു. എനിക്ക് ഒരു വിഷമം, ഒരു കരകരാന്നിങ്ങനെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ തൊട്ട്. എനിക്കൊരാളോട് പ്രത്യേകിച്ച് മാപ്പ് പറയാനുണ്ട്. എൻ്റെ ബാച്ച്മേറ്റും വളരെ അടുത്ത ഫ്രണ്ടും ആയ ശ്രീ ടോമിൻ തച്ചങ്കരിക്ക് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ടോമിൻ ഇപ്പോൾ വളരെ നല്ല ഒരു സുഹൃത്താണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. വിരമിച്ച ശേഷം ഞങ്ങൾ ഒരു ശപഥം എടുത്തിരുന്നു, ഇനിയും പഴയ കാര്യങ്ങളൊന്നും പറയില്ല എന്ന്. അത് ഞാൻ പാലിച്ചില്ല. എൻ്റെ തെറ്റ്. മിയ കൾപ്പ, മിയ മാക്സിമ കൾപ്പ. ടോമിൻ പ്ലീസ് ഫോർഗീവ് മീ. ഒരു സഹോദരി ചേച്ചി എന്ന നിലയ്ക്ക് എനിക്ക് മാപ്പ് തരണം. ടോമിൻ, ഐ എം സോറി അഗെയിൻ. ശ്രീലേഖയുടെ പോസ്റ്റോടുകൂടി ഈ അഭിമുഖം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും തച്ചങ്കരിയെക്കുറിച്ച് ശ്രീലേഖ പറഞ്ഞ കാര്യം ആളുകൾ തപ്പിയെടുത്ത് കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു. സോഷ്യൽ മീഡിയ കാലത്ത് അങ്ങനെയാണ്. ഒരു കാര്യം തിരുത്താൻ ഇറങ്ങിയാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായി അത് പ്രതിഫലിക്കും. ഇവിടെ തച്ചങ്കരിയെക്കുറിച്ചുള്ള ശ്രീലേഖയുടെ പരാമർശം ആളുകൾ തപ്പിയെടുത്ത് കാണുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇന്നലെ ശ്രീലേഖ പിടിച്ച പുലിവാല് അത് മാത്രമല്ല, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ നിതീഷ് എന്നൊരാൾ ശ്രീലേഖയെ രാവിലെ മുതൽ ന്യൂജൻ ആളുകളുമായി ഒരു സംവാദത്തിന് ക്ഷണിക്കുന്നു. അത് വിശ്വസിച്ച് ശ്രീലേഖ അതിൽ ചെല്ലുന്നു. വാസ്തവത്തിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസുമായി ഒരു ബന്ധവും അയാൾക്കുണ്ടായിരുന്നില്ല. ശ്രീലേഖയെ ഉത്തരം മുട്ടിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ കട്ട് ചെയ്ത് വൈറലാക്കാൻ ഇറങ്ങിയ കമ്മിക്കൂട്ടങ്ങളുടെ കെണിയായിരുന്നു. 4 SFI പിള്ളേരെ കൊണ്ടു നിർത്തി നെഗറ്റീവ് ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് നടത്തിയ നാടകമായിരുന്നു. ഈ ചതിയും ശ്രീലേഖ തിരിച്ചറിയുന്നത് ഈ പരിപാടിക്ക് ശേഷമാണ്. പിന്നീടാണ് ശ്രീലേഖ അറിയുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും ഈ പരിപാടി നടത്തിയ ആളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. ശ്രീലേഖ എന്തായാലും അതേക്കുറിച്ചും ഒരു വിശദീകരണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ വട്ടിയൂർക്കാവ് നിയമസഭയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ചിലർ എനിക്കെതിരെ ഒരു വേട്ട ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഒരു വലിയ മാധ്യമ വേട്ട നടന്നു. ഇന്നലെ രാവിലെ ഏകദേശം 9 മണിയോടടുപ്പിച്ച് ഒരു ആൾ എന്നെ നിരന്തരമായിട്ട് വിളിച്ചു. നിതീഷ് എന്നാണ് പേര് പറഞ്ഞത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയുടെയും അടുത്ത് ചെല്ലും. എന്നിട്ട് അവർ ന്യൂജൻ കുട്ടികളുമായിട്ട് സംവദിച്ച ശേഷം അവരുടെ സംശയം എന്താണ്, അവർക്ക് രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. എൻ്റെ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്ന ഒരു പ്രവർത്തകനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ നമ്പർ ഷെയർ ചെയ്തു. രാത്രി 9 മണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിൽ വെച്ച് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെല്ലണം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ റോഡ് ഷോ അടക്കമുള്ള വിവിധ പ്രചാരണ പരിപാടികൾക്ക് ശേഷം ഞാൻ മാരാർജി ഭവനിൽ എത്തുകയും അവിടെ 4 കുട്ടികൾ ഇരിക്കുന്നത് കണ്ടു. ഈ നിതീഷും അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരു അരമണിക്കൂർ പിന്നെയും എടുത്തു ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അരമണിക്കൂറിന് ശേഷം ഏകദേശം 9:30 തൊട്ട്
10:30 വരെ നീണ്ടു നിന്നിരുന്ന ഒരു ടോക്ക് ഷോയിനകത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുത്ത 4 SFI കുട്ടികൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. അതിൽ 2 കുട്ടികൾ മുസ്ലിം പെൺകുട്ടികളായിരുന്നു. മോഡറേറ്ററായിട്ട് നിന്ന നിതീഷിൻ്റെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇത് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നടത്തിയ ഒരു ടോക്ക് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഇലക്ഷൻ്റെ കാര്യമോ രാഷ്ട്രീയമോ എൻ്റെ കാഴ്ചപ്പാടോ ഒരു വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ജെൻസി കുട്ടികൾക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത്, ഇതൊന്നും ആയിരുന്നില്ല ചർച്ചാ വിഷയം. ചർച്ചാ വിഷയം മുഴുവനും ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയതയും മോദിജി ചെയ്യുന്ന ഹിന്ദുത്വ അജണ്ടയും പാർലമെന്റിലെ ഒരു പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയം സന്യാസിമാർ നടത്തിയ പൂജയും അഹോരികളും ഗുരുവായൂര് ഒരു ഹിന്ദു ആള് വരണം എന്ന് പറഞ്ഞതിനെ കുറിച്ചും വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയും സംസ്ഥാന സർക്കാർ ഇട്ടിട്ടുള്ള കാര്യവും അത് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണെന്നും റോഡ് പണികളും വൈദ്യുതീകരണവും വികസനവും എല്ലാം കേരള ഗവൺമെന്റിന്റെ സംഭാവനയാണെന്നും ഫ്ലഡിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും ഉരുൾപൊട്ടലിന്റെ സമയത്തും ഒക്കെ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിന്നപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഇവരെ എല്ലാവരെയും ഉന്നമനം നടത്തിയതെന്നും കേരളത്തിലെ മുന്നോട്ട് നയിക്കാനായിട്ട് ഈ LDF സർക്കാർ മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ നടന്ന ഒരു ചർച്ചയായിരുന്നു. പലവട്ടം എനിക്ക് മനസ്സിലായി ഇതെന്തോ അജണ്ടയുടെ പുറത്ത് ചെയ്യുന്നതാണ് എന്ന്. ഞാനത് പല പ്രാവശ്യം അത് നേരിടാനായിട്ട് ശ്രമിച്ചു. വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തതയോടുകൂടി ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും ആരും കേൾക്കാൻ തയ്യാറാകാതെ ഒന്നിൽ നിന്ന് ചാടി മറ്റതിലേക്ക് പോയി അവസാനം ഇതൊരു LDF ഓർഗനൈസ്ഡ് ഒരു പരിപാടിയായി മാറുകയും അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ 1 മണിക്കൂർ ഇരുന്ന ഒരു ഹരാസ്മെന്റ് പോലെ ഞാൻ നേരിടുന്നത് നിർത്താമെന്ന് പറഞ്ഞെങ്കിലും അത് സംവദിക്കാതെ ഈ 4 കുട്ടികളും കൂടെ ചേർന്ന് പിന്നെ ഒരു ചോദ്യം ചോദിച്ച് LDF അജണ്ടയോട് കൂടി എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ അവരോട് അതിനുശേഷം അഭ്യർത്ഥിച്ചു, ഇത് ശരിയല്ല. ഇതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട് അവർക്ക്. ഞങ്ങൾ ABVP-കാരെ വിളിച്ചിട്ട് വന്നില്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് വന്നില്ല, അവസാനം SFI-കാർ മാത്രമാണ് ധൈര്യപൂർവ്വം കുറേ സ്റ്റുഡൻസിനെ വിട്ടത് മാഡത്തിനോട് സംവദിക്കാനായിട്ട് എന്നുള്ള രീതിയിലാക്കി മാറ്റുകയും അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. ഈ ഒരു നിമിഷം വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പേരിൽ ഹരാസ്മെൻറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ വീഡിയോ പുറത്ത് പോയിട്ടില്ല, പക്ഷേ താമസിയാതെ പുറത്ത് വരും. അത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എനിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് LDF ഉപയോഗിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞതെല്ലാം ടാർഗറ്റഡ് കാര്യങ്ങളായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കണം. കാണുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ദയവ് ചെയ്ത് എല്ലാവരും ഇത് മനസ്സിലാക്കാനും ഇത് ഉൾക്കൊള്ളാനും അഭ്യർത്ഥിക്കുന്നു.